ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു പെൻഡൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പെൻഡൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 0.6 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ രണ്ട് സൈഡുകൾ തമ്മിൽ കോർണേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്ട്രോ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ഒരു സർക്കിൾ വരച്ചെടുത്തു. അതിനുശേഷം ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ആ സർക്കിളിന് ചുറ്റുകൊടുക്കും ലൈനുകൾ വരയ്ക്കുകയാണ്. ഇനി ആ ലൈൻസിനെ പെന്നിൻ്റെ ചെറിയൊരു ഭാഗത്തിന് ഹാഫ് പോർഷനാക്കി മാറ്റി ആ ഇതിനെ കൊണ്ട് ഒരു ഹാഫ് സർക്കിൾസ് ഇതിൽ ഒരു ഫ്ലവർ ഷേപ്പും വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മറ്റൊരു ഒരു കോർണറിലേക്ക് ഇതുപോലെ ലൈന് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഓരോരോ കേർവിലും വെച്ചിട്ട് ഇതിനെ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ടോട്ടൽ ഇവിടെ ഒരു സൈഡിലേക്ക് 3 മറ്റു സൈഡിലേക്ക് 3 ആയിട്ട് ടോട്ടൽ 7 ലൈൻസാണ് ഇവിടെ വരയ്ക്കുന്നത്. അതിനുശേഷം ഇവിടെ ഞാൻ ഗുങ്കുരു ബീഡ്സ് ആഡ് ചെയ്യാണ്. അതിൻ്റെ രണ്ട് സൈഡിലേക്കുമായിട്ട് 3 ഇഞ്ച് ഗുങ്കുരു ബീഡ്സ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ 24 ഗേജുള്ള യോപ്പിൻ എടുത്തിട്ട് അതിൽ ഹൂക്കായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിന് യോജിച്ച ഒരു ഇയറിംഗ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെയിലി വെയർ ആണ് രണ്ടാമത്തത്. അത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇത് നമ്മൾ റൗണ്ട് ആയിട്ടുള്ള ഒരു 0.6 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ഒരു സ്ലാബ് എടുത്ത് എന്നിട്ട് അതിൽ സെൻറ്ററിൽ 2 ലൈൻ വരയ്ക്കുക. ഇതിന് ഞാനിവിടെ നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പെട്ലി നൈഫോ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ള എന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം റൗണ്ട് ഷേപ്പിലുള്ള ഞാനിവിടെ ബോൾ പെന്നിൻ്റെ ബാക്ക് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യണം അതിൽ ഒരു ഭാഗത്തെ. അതിനുശേഷം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പുള്ള സ്മൂത്തായിട്ട് റൗണ്ട് സൈഡ് സ്മൂത്തായിട്ടുള്ള ടൂള് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗമെല്ലാം ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡോട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ അത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻറ്ററിൽ വരച്ച വരയുടെ തൊട്ട് അടുത്തായിട്ട് മറ്റൊരു ലൈൻ കൂടി നമ്മൾ വരയ്ക്കുകയാണ്. അതിനുശേഷം അത് വെലിങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ വരച്ച ആ ഒരു വരയുടെ ആ ഒരു ആ രീതിയിൽ ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് 4-5 ചെറിയ വരകൾ വരയ്ക്കുകയാണ്. അതിനുശേഷം 24 ഗേജിൻ്റെ ഒരു യൂപ്പിൻ എടുത്തിട്ട് ഞാൻ ഹൂക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം അതിന് മാച്ചായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇയറിങ്ങും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ സ്മോൾ കുക്കി കട്ടറാണ്, റൗണ്ട് ഷേപ്പിലുള്ള കുക്കി കട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അത് കംപ്ലീറ്റ് സ്മൂത്തൻ ചെയ്യാണ്.
മൊത്തം ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് വന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം സെയിം ഡിസൈൻ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇതേപോലുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.